ഇന്നേ അമ്മക്ക് ശമ്പളം കിട്ടും. വൈകുന്നേരം നമുക്ക് പോകുമ്പോ രണ്ടാക്കും പുതിയ കുപ്പായം എടുക്കാട്ടാ. എന്നാ കുറച്ച് പഴയ ബേക്കറിയാ, ഇവിടെ വെച്ച ആരും തിന്നൂല. നിങ്ങൾ പോകുമ്പോ കൊണ്ടുപോയിക്കോ. പിന്നെ ഞാൻ ഇറങ്ങാൻ നിക്കാണ്. പണി കഴിഞ്ഞാ നീ വാതിൽ പൂട്ടി ഇറങ്ങിക്കോട്ടോ. അത് മാഡം, ശമ്പളം കിട്ടിയില്ല. ആ, എനിക്ക് ഈ മാസത്തെ ശമ്പളം തരണ്ടെന്നാ ഏട്ടൻ പറഞ്ഞത്. അയ്യോ, അങ്ങനെ പറയരുത്. വിഷു അല്ലേ വരുന്നത്. ഇന്ന് ശമ്പളം കിട്ടിയിട്ട് കുട്ടികൾക്ക് പുതിയ ഡ്രസ്സ് എടുത്ത് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ മാസം നീ ഫുഡ് ചൂടാക്കുമ്പോ ഓവൻ പൊട്ടിത്തെറിച്ചത് ഓർമ്മല്ലേ? അത് പുതിയത് വാങ്ങാൻ തന്നെ നിന്റെ ഒരു വർഷത്തെ ശമ്പളം തികയൂല. ഞാനല്ല മാഡം, ഞാനൊന്നും ചെയ്തിട്ടില്ല. ഓരോന്ന് ചെയ്തു വെക്കുമ്പോ ഓർക്കണേ. ഓവൻ താനെ കേടായതാന്നല്ലേ അത് നന്നാക്കാൻ വന്ന അവളും പറഞ്ഞത്. ഞാനല്ല. എനിക്കറിഞ്ഞൂടാ, ശമ്പളം കൊടുക്കണ്ടെന്ന് അദ്ദേഹം പറഞ്ഞത്. ഞാൻ എന്ത് ചെയ്യാനാ? ഉള്ള ജോലിയും കൂടെ പോകണ്ടെങ്കിൽ മര്യാദയ്ക്ക് പണികളൊക്കെ ചെയ്ത് പോവാൻ നോക്ക്. പോവാ, ഇത് പിടിച്ചു പോളെ. വെയിലാണ്. അമ്മ പുതിയ ഉടുപ്പ് വാങ്ങാൻ പറ്റില്ലേ? അമ്മേ, ഇതമ്മ അമ്മയുടെ ഇന്ന് വീണതാ. ക്ഷീണം കൊണ്ട് വീണ് പോയത് അറിഞ്ഞില്ല മോനെ. നല്ല മോൻ. അമ്മ അവിടുന്ന് കൊണ്ടുവന്ന ബേക്കറി എന്തേ? അതൊന്നും തിന്നണ്ട മോളെ, അതൊക്കെ കൊറേ കാലം പഴക്കമുള്ളതാവും. അല്ല വയറുവേദന പിടിക്കുള്ളൂ. സാരില്ല അമ്മേ, നല്ലതേ തിന്നാൻ പറ്റില്ല. ഞാൻ പഴയതെങ്കിലും ഒന്ന് തിന്നട്ടെ. ആ കവറിലുണ്ട്, അമ്മയ്ക്കും കൊണ്ടാ. എന്തേലും വരികയാണെങ്കിൽ ഒരുമിച്ച് അങ്ങോട്ട് വരട്ടെ. അമ്മ ഇതിലൊന്നും ഇല്ലല്ലോ. ഇതിലുണ്ട് മോളെ.